السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. يا سيدي سندي وسي ويا مددي كلي ظهيرا على الأعداء بالمدد مجير عرضي وخذ بيدي مدى مددي خليفة الله فينا محي الدين يا محي الدين يا محي الدين يا محي الدين عبد القادر جيلاني. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹപ്രവർത്തകരെ, നാട്ടുകാരെ, സുദീർഘമായി ഇനിയൊരു പ്രസംഗത്തിന് ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. മഹാനായ ഖുത്ബുസ്സമാൻ പരിശുദ്ധമായ ഒരു സന്ദേശവുമായി പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിജയിക്കാനുള്ള സൂത്രവാക്യമായി 14 മുമ്പ് പഠിപ്പിച്ച മഹത്തായ സന്ദേശം പുതിയ ലോകത്തിന് പരിചയപ്പെടുത്തിയപ്പോൾ ആ സന്ദേശത്തിൽ നിന്ന് സമ്പൂർണമായും മാറി സഞ്ചരിക്കുന്ന കപട പണ്ഡിത സഭകൾ ഖുത്ബുസ്സമാൻ പറയുന്ന യാഥാർത്ഥ്യത്തിലേക്ക് ജനങ്ങൾ കടന്നു വരുന്നത് കണ്ടപ്പോൾ ജനങ്ങളുടെ ഒഴുക്ക് തടഞ്ഞു നിർത്താൻ വേണ്ടി തീവ്രമായി ശ്രമിക്കുകയുണ്ടായി. അവരുടെ ഭാഗ്യക്കേടെന്ന് പറയാം. EK വിഭാഗം ചേളാരി സമസ്ത മഹാനായ ഖുത്ബുസ്സമാൻ ശരിയാണോ ശരിയല്ലേ എന്ന് തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ഖുത്ബുസ്സമാന്റെ അരികിലേക്ക് ആളുകൾ ചോദിക്കുമല്ലോ, ജനാബ് ബാപ്പു മുസ്ലിയാർ അങ്ങനെയാണ് അതേക്കുറിച്ച് വിശദീകരിച്ചത്. ഖുത്ബുസ്സമാന്റെ സാന്നിധ്യത്തിലേക്ക് സമസ്തയുടെ തലതൊട്ടപ്പന്മാരെന്ന് പറയാവുന്ന ഏറ്റവും പ്രമുഖരായ 6 പേര് പോയത് എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചപ്പോ ആളുകളെങ്ങാനും ചോദിക്കാണ്, ഒരു ജീവിച്ചിരിക്കുന്ന ആളെ കുറിച്ച് തീരുമാനമെടുക്കുമ്പോ അയാളൊന്ന് പോയിട്ട് കണ്ടൂടായിരുന്നോ എന്ന് ചോദിക്കൂലേ, അതുകൊണ്ട് ഞങ്ങൾ പോയി എന്ന് പറയാൻ വേണ്ടിയാണ് അന്ന് ഖുത്ബുസ്സമാന്റെ അരികിലേക്ക് പോയത് എന്ന് പറഞ്ഞാൽ തങ്ങളുടെ പ്രസ്ഥാനത്തിലേക്ക് ആളുകൾ വരുന്നത് തടഞ്ഞു നിർത്താൻ, തങ്ങളുടെ പ്രസ്ഥാനത്തിലുള്ള ആളുകൾ ഖുത്ബുസ്സമാനിലേക്ക് ഒഴുകുന്നത് തടഞ്ഞു നിർത്താനുള്ള തീരുമാനം നേരത്തെ സഹോദരന്മാർ സൂചിപ്പിച്ചതുപോലെ ഏതോ വ്യക്തിയുടെ നിർബന്ധമായ ആവശ്യത്തിന് വഴങ്ങി തീരുമാനം എടുത്തു കഴിഞ്ഞു. അതൊന്ന് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് പൊതുജനങ്ങളുടെ ചോദ്യത്തിനുള്ള ഒരു ഉത്തരം എന്നുള്ള നിലക്കാണ് ഖുത്ബുസ്സമാനെ പോയി കാണുക എന്നൊരു നാടകം ഉണ്ടാക്കിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, അല്ലേ? ഖുത്ബുസ്സമാനെ 6 ആളുകൾ കാണാൻ വേണ്ടി പോയി. അതിനു മുമ്പ് ഖുത്ബുസ്സമാന്റെ ഖലീഫമാരെ കണ്ടു. എന്താ അവർ ചെയ്തത്? വളരെ ഗൗരവപൂർവം നാം ഈ കാര്യം മനസ്സിലാക്കണം. ഖുത്ബുസ്സമാന്റെ ഖലീഫമാരെ അവർ വിളിക്കുന്നത് സുന്നി മഹലിലേക്കാണ്, അവരുടെ അരമനയിലേക്ക്. ആ സമയത്ത് സുന്നി മഹലിലേക്ക് പോകുമ്പോ അവിടെ പോകുന്ന സമയത്ത് ഖുത്ബുസ്സമാന്റെ ഖലീഫമാരായ വളപുരം അബ്ദുറഹീം ഉസ്താദ്, അതുപോലെ അഹ്സനി ഉസ്താദ് തുടങ്ങിയ പ്രമുഖരായ പണ്ഡിതന്മാർ പോകുന്ന സമയത്ത് ഞാൻ അവരുടെ കൂടെ തലേ ദിവസം മുതൽ അവരുടെ കൂടെയുണ്ട്. അവരോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ സമസ്തയുടെ സമുന്നതരായ നേതൃത്വത്തിന്റെ അരികിലേക്കാണ് പോകുന്നത്, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് ചോദിക്കുമ്പോൾ യാതൊരു പ്രയാസവുമില്ലാതെ പരമസത്യം പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് പോകുന്നത്. അതുകൊണ്ട് അവർ എന്ത് ചോദിച്ചാലും കൃത്യമായി കാര്യങ്ങൾ പറയാൻ ഞങ്ങൾക്ക് കഴിയും, ഇതവരെ കൊണ്ട് സ്ഥാപിക്കാൻ, അവരെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് സുന്നി മഹലിൽ ചെന്ന് ചർച്ച ചെയ്തു,
ചർച്ച ചെയ്ത് അവസാനം ചോദ്യം ചോദിക്കാൻ പോലും സമസ്തയുടെ നേതൃത്വത്തിന് കഴിയില്ല എന്നാണ് അവിടെ വെച്ച് തെളിയിച്ചത്, അല്ലേ? അവസാനം അവര് പറഞ്ഞു, ഇനി കൂടുതൽ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ MT അബ്ദുള്ള മുസ്ലിയാരുമായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ടാൽ മതി. അങ്ങനെ MTയുടെ വീട്ടിൽ ചെന്നു, MTയുമായി സംസാരിച്ചു. അന്ന് MT അബ്ദുള്ള മുസ്ലിയാർ പറഞ്ഞത്, അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് സംസാരിച്ചപ്പോ ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടത്. അദ്ദേഹത്തോട് സംസാരിച്ചപ്പോ അദ്ദേഹത്തോട് പറഞ്ഞു, സമസ്ത ഇതിൽ എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കാനുള്ള വല്ല കാരണവും അവരുടെ കയ്യിൽ ലഭിച്ചിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, അത് നിങ്ങളുടെ ത്വരീഖത്തിനെതിരായിട്ട് വന്ന എല്ലാ കാര്യങ്ങളും, അതിന്റെ എല്ലാ രേഖകളും എൻ്റെ അരികിലുള്ളത്. ഞാൻ ചോദിച്ചു, അതിൽ ഏതെങ്കിലും ഒരു കാര്യം ഇസ്ലാമിക വിരുദ്ധമായതായിട്ട് ഉള്ളതായി ഉസ്താദിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അയാൾ ചർച്ചയുടെ അവസാനത്തിൽ പറഞ്ഞു, ഒന്നും ലഭിച്ചിട്ടില്ല. നമ്മൾ രണ്ടു കൂട്ടരും നാലാലൊരു മദ്ഹബ് അംഗീകരിക്കുന്നവരല്ലേ ആണ്. നമ്മൾ രണ്ടു കൂട്ടരും രണ്ടാലൊരു അശ്അരി ത്വരീഖത്തോ മാതുരീദി ത്വരീഖത്തോ അംഗീകരിക്കുന്ന ആളുകളല്ലേ ആണ്. നമ്മളിടയിൽ യാതൊരു പ്രശ്നവുമില്ല. വീണ്ടും ചോദിച്ചു, ഇസ്മായിൽ ഉസ്താദിനൊക്കെ ദാറുൽ ഹുദയിൽ ഈ ത്വരീഖത്തിൽ ബൈഅത്ത് ചെയ്തു എന്നതിന്റെ പേരിൽ പുറത്താക്കിയിട്ടുണ്ടല്ലോ, അതെന്താന്ന് ചോദിച്ചു. എന്താ നമ്മൾ കാട്ടുന്നത്? സമസ്ത എന്ന് പറഞ്ഞിട്ട് ഒരു തീരുമാനം എടുക്കലോ പറയലോ ഒക്കെ ചെയ്യണേന്റെ മുമ്പ് ആ ബഹാവുദ്ദീൻ കാട്ടുന്നതിന് ഞാൻ എന്താ കാട്ടുക? ഒരു പിടുത്തമില്ല അർത്ഥം. വീണ്ടും ചോദിച്ചു, സുന്നി മഹലിൽ വെച്ച് ഖലീഫമാരുമായിട്ട് ചർച്ച ചെയ്ത വിഷയങ്ങൾ കുന്നുംപുറത്തൊരു ഫൈസി, അബ്ദുൽ ഖാദർ ഫൈസി എവിടെയോ പ്രസംഗിച്ചു എന്ന് കേട്ടു. അത് ശരിയായോ നിങ്ങൾ ആ പ്രസംഗിക്കാൻ? നമ്മളെ കൂട്ടത്തിലുള്ള കുറെ അന്തല്ലാത്ത ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ ഓരോന്ന് പോയിട്ട് പറയാണ്, എന്താ നമ്മൾ കാണിക്കുക? ഞങ്ങൾ പറഞ്ഞു. അവസാനം അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത്, ഇന്നേ വരെ ഞങ്ങൾക്ക് ലഭിച്ച തെളിവുകളിൽ ഒന്നുപോലും നിങ്ങളുടെ ത്വരീഖത്ത് തെറ്റാണ് എന്ന് പറയാൻ യോഗ്യമായ ഒരൊറ്റ കാരണം പോലും ഇല്ല എന്ന്. ഇനി എവിടെ നിന്നെങ്കിലും വല്ലതും ലഭിച്ചാൽ, മുഅ്മിൻ മുസ്ലിം വിഷയത്തെ കുറിച്ച് അന്ന് അദ്ദേഹവുമായി ചർച്ച ചെയ്തു, തെളിവ് കാണിച്ചു കൊടുത്തു. ആദ്യം ഒന്ന് എതിർക്കാൻ ശ്രമിച്ചെങ്കിലും തെളിവിന്റെ ലൈനുകൾ വായിച്ചതോടുകൂടെ അങ്ങനെ ഉണ്ടല്ലേ, അല്ലാഹ് മതിയല്ലോ ഇയാൾ പറയാൻ. അവസാനം 14 ത്വരീഖത്തിനെ കുറിച്ച് ചോദിച്ചു. അതിന് വല്ല തെളിവുണ്ടോ എന്ന് ചോദിച്ചപ്പോ കൊണ്ടോട്ടിയിൽ വെച്ച് റഹീം ഉസ്താദ് പറഞ്ഞതുപോലെ യഹിയ അൻജുമിന്റെ കിതാബ് കാണിച്ച് അതിന്റെ ഇബാറത്ത് കാണിച്ചു കൊടുത്തു. അയാളത് നോക്കിയിട്ട്, ഇങ്ങനെ ഉണ്ടായാൽ മതി, ഒരു കുഴപ്പമില്ല, വെള്ളക്കടലാസിൽ കറുത്ത മഷിയിൽ ഒരു രേഖ, അത് ഉണ്ടായാൽ മതി. എന്നിട്ട് അയാൾ ഞങ്ങളോട് പറയണ, ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ ഷെയ്ഖിനെ കുത്തുബാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കണം. വല്ല ദിക്റും തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നിർവഹിച്ചതിന് ശേഷമല്ലാതെ നിങ്ങൾ പോകരുത്. ഞാൻ കാരണത്താൽ നിങ്ങളുടെ ഷെയ്ഖ് നൽകിയ ഒരു അമല് ചെയ്യാതെ പോകരുത് എന്നൊക്കെ വല്ലാത്ത താഴ്മയോടുകൂടെ പറയാം. അത് കഴിഞ്ഞു. എന്നിട്ട് അയാൾ പറഞ്ഞു പോരുമ്പോ, ഇനി നിങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം കേട്ടാൽ ആ വിഷയത്തെ കുറിച്ച് 100 ഇഹ്തിമാലുണ്ടെങ്കിൽ 99 ഇഹ്തിമാലും സാധ്യതകളും നിങ്ങൾക്കെതിരാണ്. ഒരൊറ്റ ഇഹ്തിമാൽ, ഒരൊറ്റ സാധ്യത നിങ്ങൾക്ക് അനുകൂലമാണ് എങ്കിൽ സമസ്ത നിങ്ങൾക്കെതിരായിട്ട് ഒരു തീരുമാനം എടുക്കൂല. അഥവാ 100 സാധ്യതകളും നിങ്ങൾക്കെതിരാണെങ്കിൽ പോലും നിങ്ങളെ വിളിച്ച് നിങ്ങളോട് സംസാരിച്ച് നിങ്ങളുടെ നിലപാട് എന്താണ് എന്ന് പരിശോധിച്ചതിന് ശേഷമല്ലാതെ സമസ്ത തീരുമാനമെടുക്കുകയില്ല. നാം ഒക്കെ മനസ്സിലാക്കിയത്, ഇവരുടെ തലപ്പാവ് കണ്ടപ്പോ, ഇവരുടെ ഈ സംസാരം കേട്ടപ്പോ
ഇവരുടെ മനോഹരമായ താടി കണ്ടപ്പോ, ഇവരുടെ ശുഭ്രവസ്ത്രം കണ്ടപ്പോ സത്യസന്ധരാണ് എന്ന് വിശ്വസിച്ചു. പക്ഷേ കുറച്ച് കാലം കഴിഞ്ഞ് അവർ കുത്തുബുസ്സമാനെ സമീപിച്ചു. കുത്തുബുസ്സമാന്റെ സാന്നിധ്യത്തിൽ പോയി സംസാരിച്ചു. കുത്തുബുസ്സമാനുമായുള്ള സംസാരത്തിൽ അവർ ഒട്ടനേകം ചോദ്യങ്ങൾ ചോദിച്ചു. ഒറ്റ ചോദ്യം പോലും ബാക്കി വെക്കാതെ പൂർണ്ണമായ ആ ചർച്ചയിൽ കുത്തുബുസ്സമാൻ മറുപടി പറഞ്ഞു. അവസാനം ഗുൽസാറെ ഖദീറിലെ 2 കാര്യങ്ങൾ ചോദിച്ചു. അത് ആ കിതാബ് നോക്കിയിട്ട് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. കുത്തുബുസ്സമാനോട് ചോദിച്ചപ്പോ ഉത്തരം കിട്ടാതെ വീർപ്പ് മുട്ടിയിരുന്നുവെങ്കിൽ ഇവർക്ക് പറയാമായിരുന്നു, ഷേഖേ നിങ്ങൾക്ക് വിവരമില്ല, നിങ്ങൾ ഈ പരിപാടി നിർത്തണമെന്ന് പറയേണ്ടിയിരുന്നു. പറഞ്ഞില്ല. അവസാനം കൃത്യമായി കുത്തുബുസ്സമാൻ അവർക്ക് ഈമാനും ഇസ്ലാമും മുഅ്മിനും മുസ്ലിമും ഏതടിസ്ഥാനത്തിലാ പറയുന്നത് എന്ന് കുത്തുബുസ്സമാൻ വിശദീകരിച്ചു. എല്ലാം വ്യക്തമായപ്പോ അവർക്ക് കുത്തുബുസ്സമാന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അവസാനം കൈ പിടിച്ച് വിഷമൊന്നും കരുതരുത്, ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. ഉടനെ തന്നെ കുത്തുബുസ്സമാൻ പറഞ്ഞു, കല്യാണം കഴിക്കാതെ കുട്ടികൾ ഉണ്ടാകാൻ ദുആർന്നുകൊണ്ട് കാര്യമില്ല, ആദ്യം നിങ്ങൾ കല്യാണം കഴിക്കണം. നിങ്ങൾ ശരീഅത്തുമായിട്ട് നടക്കുകയാണ്, അതുകൊണ്ട് ത്വരീഖത്ത് സ്വീകരിക്കണം. രക്ഷപ്പെടണമെങ്കിൽ, വിജയിക്കണമെങ്കിൽ ആ മാർഗം സ്വീകരിക്കണമെന്ന് സമസ്തയുടെ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും അടക്കം ഏറ്റവും പ്രമുഖരായ 6 പണ്ഡിതന്മാരോട് പറഞ്ഞപ്പോ അതിനെതിരായിട്ട് അത് പറഞ്ഞിട്ട് നിങ്ങൾ ത്വരീഖത്ത് സ്വീകരിക്കണം എന്ന് പറയുമ്പോ ഇവര് പറയണ്ടേ, ഷെയ്ഖ് ഞങ്ങൾക്കുണ്ട് ത്വരീഖത്ത്, നിങ്ങളല്ല ഷെയ്ഖ് എന്നുള്ളൂ, വേറെ ത്വരീഖത്ത് പറഞ്ഞില്ല. അല്ലെങ്കിൽ തിരിച്ചു പറയേണ്ടിയിരുന്നു, നിങ്ങൾ ശരീഅത്ത് വിരുദ്ധനാണ്, നിങ്ങൾ ഇന്ന കുഴപ്പമുണ്ട്, വൈജ്ഞാനികമായ കുറവുണ്ട്, അല്ലെങ്കിൽ ശരീഅത്തിന്റെ ഇന്ന ലൈൻ ശരിയല്ല, മുഅ്മിൻ മുസ്ലിം വിഷയത്തിൽ നിങ്ങൾക്ക് പാളിച്ച സംഭവിച്ചിട്ടുണ്ട്. പറഞ്ഞില്ല. കാരണം അത്രയും ഭദ്രമായ രീതിയിലാണ് മഹാനായ കുത്തുബുസ്സമാൻ കേരളത്തിലെ 6 പണ്ഡിതന്മാര്, ഏറ്റവും പ്രമുഖർ, ഇനി അതിനേക്കാൾ വലിയ മാണിക്കക്കല്ലുകൾ അതിലെടുക്കാനില്ല, അവരെയാണ് ശരിക്ക് കൈകാര്യം ചെയ്തു വിട്ടത്. അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 6 ആൾക്കാർ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ അത് കഴിഞ്ഞു വന്നിട്ട് MT പറയാണ്, എന്തൊക്കെയാണെങ്കിലും വല്ലാത്തൊരു മനുഷ്യൻ തന്നെ കേട്ടോ മൂപ്പര്. നമ്മൾ 6 ആള് ചെന്നിട്ട് ഒരു കുലുക്കോ മനുഷ്യനില്ലല്ലോ. നിങ്ങൾ 6 ആളല്ല, 60,000 ആളുകൾ വന്നാലും കുത്തുബുസ്സമാനി യാതൊരു കുലുക്കവുമില്ലാതെ പരിശുദ്ധമായ വഴി ശരിയാണ് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഒരു പറയാൻ 6 ആൾക്കാർ വന്നിട്ട് ഒരു കുലുക്കോ അല്ല, കുലുങ്ങാതെ നിൽക്കാനുള്ള മരുന്ന് ആദ്യം കയ്യിലാക്കിയതിന് ശേഷം പണി തുടങ്ങിയതേ. അതുകൊണ്ടല്ലേ കുലുക്കല്ലാതെ നിങ്ങളോട് പറഞ്ഞു നിങ്ങളൊന്ന് കുലിക്കാലോ, കുത്തുബുസ്സമാൻ അല്ലേ? നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞോ നിങ്ങൾ ത്വരീഖത്ത് വേണമെന്ന് പറഞ്ഞ് നിങ്ങളെ ത്വരീഖത്ത് ഏതായാലും ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുന്നതല്ല, അതുകൊണ്ട് ഞങ്ങൾ വേറെ ത്വരീഖത്ത് സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടാണെങ്കിൽ പറഞ്ഞുകൂടായിരുന്നു. കഴിഞ്ഞില്ലല്ലോ നിങ്ങൾക്ക്. അതാ കുത്തുബുസ്സമാൻ നിങ്ങളെ കൂട്ടത്തിൽ യോഗ്യരാണ് എന്ന് നിങ്ങൾ ഭവിച്ച, നിങ്ങൾ അനുമാനിക്കുന്ന ഏറ്റവും ഉന്നതര് വന്നപ്പോ പേടിച്ച് മാറി നിന്നൊക്കെയല്ല, മുന്നേക്കട് വരട്ടെ. ഞങ്ങളെ കൂട്ടത്തിലെ വലിയ വലിയ മൗല്യമാരൊക്കെ വിളിച്ച് നിങ്ങളൊക്കെ പാടെ വരി, ഇതാ സമസ്തക്കാര് വരുന്നുണ്ട്, അതുകൊണ്ട് സംരക്ഷിക്കണം എന്ന് പറഞ്ഞൊക്കെയല്ല. കുത്തുബുസ്സമാൻ പറഞ്ഞു 6 അല്ല 40 ആളും വന്നോട്ടെ, ഒപ്പം ചോദിക്കരുത് എന്നുള്ളൂ. ഓരോരുത്തർ ചോദിക്കുകയാണെങ്കിൽ അവര് ചോദിക്കുന്ന സർവ്വ ചോദ്യങ്ങൾക്കും ഞാൻ ഒറ്റയ്ക്ക് നിന്ന് മറുപടി പറഞ്ഞോളാം. അവരെ മുഴുവൻ ഇത് ബോധ്യപ്പെടുത്താൻ എനിക്ക് കഴിയുമെന്ന് 21-ാം നൂറ്റാണ്ടിന്റെ നായകൻ വളരെ വ്യക്തമായി പറഞ്ഞു. അല്ലേ? എന്നിട്ട് കുത്തുബുസ്സമാൻ നിങ്ങൾ വിളിച്ചതുപോലെ നിങ്ങൾ കുത്തുബുസ്സമാന്റെ വീട്ടിലേക്കല്ല വിളിച്ചത്, അല്ലെങ്കിൽ നിങ്ങൾ വരണം കാണണമെന്ന് പറഞ്ഞപ്പോ കുത്തുബുസ്സമാന്റെ വീട്ടിലേക്ക് വരാനല്ല പറഞ്ഞത്, നിങ്ങളും കൂടെ നിശ്ചയിച്ച ഒരു പൊതുവേദിയിലേക്ക് കുത്തുബുസ്സമാൻ വന്നു. നിങ്ങളെ പേടിന്റെ ഊക്കണ്ടേനി ആദ്യം നിശ്ചയിച്ച റൂം അത് വേണ്ടാറിഞ്ഞാണ്ട് വേറെ റൂം, കാരണം അവിടെ വല്ല മന്ത്രവും ജപിച്ചു വെച്ചിട്ടുണ്ടെങ്കിലോ അല്ലേ?
ബേജാറായിട്ട്. ഇതാണ് നിങ്ങളൊക്കെ ഈമാനി. എന്നിട്ട് മറ്റേ റൂമില് അവിടെ നിന്നിട്ട് ചർച്ച ചെയ്യാൻ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവസാനം ആലോചിച്ചു. എന്റെ സ്നേഹിതൻ ഷെരീഫ് ഉദവി, ഞാൻ അങ്ങനെ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം പറയുന്നത്, ഈ പരിശുദ്ധമായ വഴിയിലേക്ക് വരാൻ അദ്ദേഹം കാരണമായിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് തിരിച്ചറിവ് നൽകി ഹിദായത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. നന്ദികേട് കാണിക്കരുതല്ലോ. അപ്പോ ഷെരീഫ് ഉദവി ഈ പരിശുദ്ധമായ വഴിയിലേക്ക് എന്നെ കൊണ്ടുവന്ന് ഖുതുബുസ്സമാന്റെ അരികിലേക്ക് എത്തിച്ചു. വല്ലാത്ത സന്തോഷമുണ്ട് അല്ലേ? സാദിഖ് ജീലാനി പറഞ്ഞതുപോലെ അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, ഖുതുബുസ്സമാൻ സത്യാണ്. എന്നാണോ ഖുതുബുസ്സമാനെതിരെ ആര് പറഞ്ഞാലും ഓൽക്കാണ് പിഴവ്, എന്നാണോ ഞാൻ അഥവാ സാക്ഷാൽ എന്റെ ഭാഗത്ത് നിന്ന് ഖുതുബുസ്സമാനെതിരായിട്ടുള്ള സംസാരം ഉണ്ടായാൽ ഞാൻ അന്ന് ശൈത്താനാണെന്ന് നിങ്ങൾ ഉറപ്പിക്കണം. ഓ, വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു ഹിദായത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. അങ്ങനെ ഖുതുബുസ്സമാന്റെ അരികിൽ വന്നിട്ട് തിരിച്ചു പോയിട്ട് ഷെരീഫ് ഉദവി പറഞ്ഞു, ഏതോ ഒരാളുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് തീരുമാനമെടുത്തത്. അവിടെ പേച്ചില്ലേ? ഖുതുബുസ്സമാന് കുഴപ്പം മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുത്തത് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ കുഴപ്പമെന്ന് ചോദിക്കരുത്. ഇതൊരാൾ വന്നിട്ട് പറയാം, ഇപ്പോൾ തീരുമാനം എടുക്കുക,